നമസ്തേ. നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കതിന് ഉത്തരം കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഒരുപക്ഷെ നിങ്ങൾ അത് പഠിച്ച ഒരു ഉത്തരവായിരിക്കും, പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് മറവി സംഭവിച്ചു. എന്തുകൊണ്ട് നിങ്ങളുടെ മസ്തിഷ്കം ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചില്ല? അതിന് വലിയ യോഗയോ പരിശീലനമോ ചെയ്താലും ചെയ്തില്ലെങ്കിലും യോഗ മാഷിനും ഒട്ടുമിക്ക കാര്യങ്ങൾ ഓർത്ത് പറയുന്നവർക്കും ഈ തെറ്റ് പറ്റാറുണ്ട്. പക്ഷെ ചിലർക്ക് പറ്റില്ല, ഒരല്പം പോലും തെറ്റ് പറ്റില്ല. അവർ ആരാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പൂന്തോട്ടത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജോലി എടുക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും, എല്ലാവരും ഞാൻ പറയില്ല, അതിൽ ഇപ്പോൾ 100 പേര് ഒരു പൂന്തോട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ചെടികൾക്കും വൃക്ഷങ്ങൾക്കെല്ലാം വെള്ളം തെളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. നിങ്ങൾ അവരോട് അവർ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു, യാതൊരു വക ഒരു തപ്പലും തടയലൊന്നും ഇല്ലാതെ അവർ ഉത്തരം തരും. ഇതെൻ്റെ അനുഭവമാണ്, അത് വളരെ സത്യമാണ് എന്നൊന്നും ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന, നിങ്ങളുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അത് മറ്റൊന്നുണ്ടല്ല, നിങ്ങളൊരു സ്പ്രെയർ എടുക്കുക, ചെടിക്ക് എല്ലാം വെള്ളമൊഴിക്കുന്ന സ്പ്രെയർ. അതിലൂടെ ജലം എടുത്തതിന് ശേഷം നിങ്ങൾ സൂര്യന് അഭിമുഖമായിട്ട് നിന്ന് നിങ്ങൾ സൂര്യന് നേരെ ആ ജലം തളിക്കുക. ഇത് തന്നെയാണ് ഗായത്രി. അപ്പോൾ ആ ജലത്തെ വേദിച്ചുകൊണ്ട് സൂര്യരശ്മികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു വർണ്ണ ചികിത്സ എന്നോണം നിങ്ങളിലേക്ക് അത് ആവാഹനം ചെയ്യപ്പെടും, അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടും. ഇത് 1-2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാഴ്ച വർദ്ധിച്ചതായിട്ട് തോന്നുന്നു, അതൊരു സത്യമാണ്. പിന്നീട് 1-2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ജലദോഷം പോലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു പരിഹാരം കണ്ടു തന്നെ നിങ്ങളത് തുടരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തുടരുക, അല്ലെങ്കിൽ ജലദോഷത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾ തുടരുക. ജലദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ ഭാഗത്ത് കിടന്നിരുന്ന അഴുക്കെല്ലാം ജലദോഷത്തിലൂടെ തന്നെ ശരീരം പുറത്ത് കളയാനുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു കർമ്മം അവിടെ ചെയ്യുന്നുണ്ട് പ്രകൃതി. അല്ലെങ്കിൽ ആ ജല സ്പ്രേയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തണുപ്പ് അധികരിച്ചോ അല്ലെങ്കിൽ സൂര്യൻ്റെ രശ്മികളുടെ ഗുണം കൊണ്ടോ നിങ്ങൾക്ക് ജലദോഷം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ അഴുക്കെല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് പോയി എന്നുള്ളതാണ്. അപ്പോൾ ജലദോഷത്തിന് ചികിത്സയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നില്ലെങ്കിൽ 7 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ എന്നൊക്കെ പലരും തമാശ പറയുന്ന ആ ഒരു ചികിത്സ തന്നെ, അത് മാറിക്കോളും ചികിത്സിച്ചാലില്ലെങ്കിലും. വീണ്ടും നിങ്ങളിത് നിരന്തരം ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ശുദ്ധമായൊരു മസ്തിഷ്കം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഓർമ്മയെ തടസ്സപ്പെടുത്തുന്നതോ മറവി രോഗം ഉണ്ടാക്കുന്നതായിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് അത് പരിഹാരമാണ്. അതുവഴി എന്താണ് ഭയങ്കര ബുദ്ധിമാനാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും അതൊരു ഉപാസന വിധിയാണ്, വൈദിക വിധിയാണ്, ഋഗ്യജുസ്ത സാമങ്ങളുടെ വിധിയാണ്. വിശ്വാമിത്ര ഋഷി എഴുതിയ ഗായത്രി മന്ത്രത്തിലെ ഒരു രഹസ്യം അതാണ്. ഒരു ഭാരതീയ ആചാരമാണ്, നിങ്ങളത് ആചരിക്കുക, തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. മഹാദേവ.